ഏഷ്യാനെറ്റിലെ അമ്മ എന്ന സീരിയലിലൂടെ ചിന്നു എന്ന കഥാപാത്രത്തിലൂടെ ജനഹൃദയങ്ങളെ കീഴടക്കിയ കുമാരി മാളവിക ഇടത്തട്ട ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ദേവിയുടെ തിരുസന്നിധിയിൽ മമ്മൂട്ടിയുടെ ബെസ്റ്റ് അവാർഡ് ജേതാവും മിനി സ്ക്രീനിലൂടെ ഏഷ്യാനെറ്റിലൂടെ അമ്മ എന്ന സീരിയലിലൂടെ ചിന്നു എന്ന കഥാപാത്രത്തിലൂടെ ജനഹൃദയങ്ങളെ കീഴടക്കിയ കുമാരി മാളവിക അമ്മയുടെ തിരുസന്നിധിയിൽ എത്തിച്ചേർന്നു. കുമാരി മാളവിക ഇടത്തിട്ട ഭഗവതിയുടെ ഇടത്തിട്ട അമ്മയുടെ തിരുസന്നിധിയിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഭക്തജനങ്ങളെ, അഭീഷ്ടവരദായിനിയായ ആശ്രിത വത്സലയായ അനാഥ രക്ഷകയായ ആപൽ വാണ്ടവരായ ഇടത്തിട്ട ഭഗവതിയുടെ ഭക്തജനങ്ങളെ ഇടത്തിട്ട ഭഗവതി ക്ഷേത്രത്തിൽ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഈ സ്റ്റാൻഡ് എപ്പോഴും അമ്മയുടെ ഓഡിയോ സിഡിയുടെ പ്രകാശന കർമ്മം നടക്കുകയാണ്. അതിനായി അധ്യക്ഷൻ ശ്രീ എൻ രവീന്ദ്രൻ സാറിനെ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ക്ഷേത്രത്തിന്റെ മേൽശാന്തി ബ്രഹ്മശ്രീ ജി സുബ്രഹ്മണ്യം പോറ്റി അദ്ദേഹം ഈ സ്റ്റേജിൽ എത്തിച്ചേരണമെന്ന് ദയവായി അറിയിക്കുകയാണ്. സമ്മേളനം തുടങ്ങുകയാണ്. ഈശ്വര പ്രാർത്ഥനയ്ക്കായി കുമാരി കൃഷ്ണയെ ക്ഷണിക്കുന്നു. മാണിക്യ വീണാബുബലാളയന്തി മതാലസ മഞ്ജുള വാക്വിലാസ മാഹേന്ദ്രദീലജ്ഞതി കോമളാംഗി മാതംഗ കന്യാ മനസാ സ്മരാമി ചതുർഭുജ ചന്ദ്രകലാവതംസേ കുജോനദെ കുങ്കുമരാഗശോനെ പുണ്ട്രേഷു പാശാങ്കുശ പുഷ്പബാണഹസ്തേ നമസ്തേ ജഗദേകമാതഃ. സ്വാഗതം ആശംസിക്കാൻ ശ്രീ അനീഷ് കുമാറിനെ ക്ഷണിക്കുന്നു. ഭക്തജനങ്ങളെ, ഇടത്തിട്ട ഭഗവതി ക്ഷേത്രത്തിൽ അമ്മയുടെ ഒരു ഓഡിയോ സിഡി നിർമ്മിക്കാൻ, അത് പ്രകാശനം ചെയ്യുവാൻ ഇതുപോലെ ഒരു അവസരം ഉണ്ടാക്കിത്തന്ന ഈ ക്ഷേത്ര ഭാരവാഹികളോടും ഈ നാട്ടുകാരോടും ആദ്യം തന്നെ അവരെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ അധ്യക്ഷൻ ശ്രീ രവീന്ദ്രൻ സാറ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് അതുല്യ ക്രിയേഷൻസിന്റെ ബാനറിലും ദേവിയുടെ നാമത്തിലും അതി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
അതുപോലെ ക്ഷേത്രത്തിന്റെ സെക്രട്ടറി ശ്രീ രാഘവപിള്ള അവരുകളെയും അതുല്യ ക്രിയേഷൻസിന്റെ ബാനറിലും ദേവിയുടെ നാമത്തിലും ഭക്തജനങ്ങളുടെ പേരിലും ഈ സ്റ്റേജിലേക്ക് ഭക്തി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ സിഡിയുടെ പ്രകാശന കർമ്മം നിർവഹിക്കുന്ന മമ്മൂട്ടി ദി ബെസ്റ്റ് ആക്ടർ അവാർഡ് ജേതാവും മിനി സ്ക്രീനിലൂടെ ഏഷ്യാനെറ്റിലൂടെ അമ്മ എന്ന സീരിയലിലൂടെ ചിന്നു എന്ന കഥാപാത്രത്തിലൂടെ ജനഹൃദയങ്ങളെ കീഴടക്കിയ കുമാരി മാളവികയും ഈ സ്റ്റേജിലേക്ക് അമ്മയുടെ നാമത്തിൽ അതുല്യ ക്രിയേഷൻസിന്റെ ബാനറിൽ ഈ നാട്ടുകാരുടെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വിജയൻ നായർ, അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരുന്നു. ചില സാങ്കേതിക കാരണങ്ങളാൽ അദ്ദേഹത്തിന് പോകേണ്ടി വന്നതിനാൽ അദ്ദേഹത്തെയും ഈ അമ്മയുടെ പേരിലും ഈ ഭക്തജനങ്ങളുടെ പേരിലും അതുല്യ ക്രിയേഷൻസിന്റെ ബാനറിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇടത്തിട്ടയുടെ പഞ്ചായത്ത് മെമ്പർ AN സലീം, അദ്ദേഹവും എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെയും അമ്മയുടെ നാമത്തിലും ഈ ഭക്തജനങ്ങളുടെ നാമത്തിലും അതുപോലെ അതുല്യ ക്രിയേഷൻസിന്റെ ബാനറിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഹിന്ദു ഐക്യവേദിയുടെ ആരാധ്യനായ ഗോപാലൻ ചേട്ടൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ദേവിയുടെ നാമത്തിലും അതുല്യ ക്രിയേഷൻസിന്റെ ബാനറിൽ ഈ ഭക്തജനങ്ങളുടെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ക്ഷേത്രത്തിന്റെ മേൽശാന്തി ബ്രഹ്മശ്രീ ജി സുബ്രഹ്മണ്യൻ പോറ്റി സാറിനെയും ഞാൻ അമ്മയുടെ നാമത്തിലും അതുല്യ ക്രിയേഷൻസിന്റെ ബാനറിൽ ഈ ഭക്തജനങ്ങളുടെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ സിഡിയുടെ ഗാന രചയിതാവ് ശ്രീമാൻ അനിൽ കരുവാറ്റ, അദ്ദേഹത്തെയും അമ്മയുടെ നാമത്തിൽ അതുല്യ ക്രിയേഷൻസിന്റെ ബാനറിൽ ഇടത്തിട്ട നിവാസികളുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ സിഡി സംവിധാനം ചെയ്ത ശ്രീമാൻ ഷിനു വെളിയത്ത്, അദ്ദേഹത്തെയും അമ്മയുടെ നാമത്തിലും ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളുടെ പേരിലും അതുല്യ ക്രിയേഷൻസിന്റെ ബാനറിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ കാര്യപരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീമാൻ പ്രഭാകരൻ ഉണ്ണിത്താൻ, അദ്ദേഹത്തെയും ദേവിയുടെ നാമത്തിലും അതുല്യ ക്രിയേഷൻസിന്റെ ബാനറിലും ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിനായി ദൂരദർശന്റെ ചാനല് അതുപോലെ മറ്റ് ചാനലുകാരൊക്കെ വന്നിട്ടുണ്ട്. അവരെയും ഈ പരിപാടിയുടെ വിജയത്തിനായി അമ്മയുടെ നാമത്തിൽ അതുല്യ ക്രിയേഷൻസിന്റെ ബാനറിൽ ഇടത്തിട്ട നിവാസികളുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സിഡി പ്രകാശനം ചെയ്യുന്നത് മാളവികയാണ്. മാളവിക ക്ഷേത്രത്തിനായിട്ട് ക്ഷേത്രത്തിന്റെ മഹീന്ദ്രനീല
ചതുർഭുജദ്യുതി കോമളാംഗി മാതംഗകന്യാമനസാ സ്മരാമി ചതുർഭുജേ ചന്ദ്രകലാവതംസേ കുജോനദി കുങ്കുമരാഗശോണി പുണ്ട്രേക്ഷു പാശാങ്കുശ പുഷ്പവാണ ഹസ്തേ നമസ്തേ ജഗദേകമാത ഇടത്തിട്ടവാഴും ശ്രീമഹാദേവി സമയപരിധി കൊണ്ട് ഈ ശ്ലോകം മാത്രമേ നമ്മളിപ്പോൾ കേൾപ്പിക്കുന്നുള്ളൂ. കുമാരി മാളവിക നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കുന്നു. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. നമസ്കാരം എന്ന് പറ. ഓക്കെ, ആദ്യം തന്നെ എനിക്കിവിടെ വരാൻ സാധിച്ചതും നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചതും മെടത്തിട്ട ഭഗവതി അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ്. പിന്നെ നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിന് എന്നെ ഇവിടെ വരാൻ സഹായിച്ച 3 പേരുണ്ട്. അവർക്ക് ഞാൻ വേദിയിൽ താങ്ക്സ് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറയാം 3 പേരുകളെ. ശിവ അങ്കിൾ, ശിവാന്റി, പിന്നെ അനിൽ അങ്കിൾ. ഇവർക്ക് 3 പേർക്ക് ഞാൻ താങ്ക്സ് പറയാണ്. പിന്നെ നിങ്ങളൊക്കെ എന്റെ സീരിയൽ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെയും എനിക്ക് വേണ്ടി ഇതുവരെ പ്രാർത്ഥിച്ച പോലെയും ഇനി മുന്നോട്ടും അങ്ങനെ ചെയ്യണം പ്ലീസ്. പിന്നെ ഒരിക്കൽ കൂടി താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. താങ്ക് യു. കുമാരി മാളവികയ്ക്ക് നമ്മുടെ ക്ഷേത്രത്തിന്റെ വകയായിട്ട് ഒരു ഉപകാരം കൊടുക്കുന്നുണ്ട്. അതിന് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് ഈ സിഡിയുടെ ഗാനരചയിതാവ് ശ്രീ അനിൽ കരുവാറ്റയെ ക്ഷണിക്കുന്നു. ആശംസകൾ പറയുന്നതിനായിട്ട് അനിൽ കരുവാറ്റയെ ക്ഷണിക്കുന്നു. യോഗത്തിന്റെ അധ്യക്ഷൻ രവീന്ദ്ര സാറ്, സ്വാഗതം ആശംസിച്ച എന്റെ സുഹൃത്തു കൂടിയായ അനീഷ് ഇടത്തിട്ട, ഉദ്ഘാടകൻ പ്രഭാകരൻ ഉണ്ണിത്താൻ സാറ്, CD പ്രകാശനം ചെയ്ത, അതുപോലെ രാവിലെ പൊങ്കാല ഭദ്രദീപം തെളിച്ച കുമാരി മാളവിക, ശ്രീ വി സുബ്രഹ്മണ്യം ഭട്ട് സാറ്, എന്റെ സുഹൃത്ത് കൂടിയായ സിഡിയുടെ സംവിധായകനും ഷിബു വിളിയത്ത്, രാമപിള്ള സാറ്, ഗോപാല സാറ്, നല്ലവരായ ഭക്തജനങ്ങളെ, ഭയങ്കര ഒരു അത്ഭുതത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ഈ സിഡിക്ക് പാട്ട് എഴുതുന്നത് വളരെ ഒരു അത്ഭുതം തന്നെയാണ്. പാട്ട് എഴുതാനായിട്ട് ഇവിടെ എത്തിയതും അതിലും വലിയൊരു അത്ഭുതത്തിലാണ്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ദൂരദർശന്റെ ക്യാമറമാൻ കൂടിയായ ശ്രീ സിസില് അവരോട് സൗഹൃദ ബന്ധം വെച്ചിട്ടാണ് ഞാൻ ഷിനു വെളിയത്തിന് പരിചയപ്പെടുന്നത്. ഷിനു വെളിയത്തുമായിട്ടുള്ള ആ പരിചയപ്പെടലിലൂടെ
ഭഗവതിയെക്കുറിച്ച് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് അനീഷ് എന്ന് പറയുന്ന സുഹൃത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, 2 പാട്ട് എഴുതണം, ഇവിടെ എത്തണം, ബാക്കിയുള്ള പാട്ടുകളൊക്കെ റെഡിയായിട്ടുണ്ട്, 2 പാട്ട് എഴുതണമെന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ ദൂരദർശന്റെ പത്തനംതിട്ട സ്ട്രിങ്ങർ കൂടിയാണ്. അപ്പോൾ അതിന് കാര്യങ്ങളുമായി പത്തനംതിട്ട വന്നുകൊണ്ട് ഇടപെട്ട ഷിനുവിന്റെ ഹോസ്പിറ്റലിലേക്ക് വന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്നാണ് ഈ പാട്ട് ജയിച്ചത്. 2 പാട്ട് എഴുതി കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള പാട്ടോടെ എഴുതാൻ എന്റെ ചുമരിലേക്ക് ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ട് ഷിനു വളരെ ഭംഗിയായിട്ട് ഇത് സംവിധാനം ചെയ്യായിരുന്നു. അപ്പോൾ എന്റെ പ്രൊഡ്യൂസർ കൂടിയായ അനീഷും ഷിനുവും ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് ആദ്യമായി എന്റെ ഒരു അക്ഷരങ്ങൾ, ഞാൻ എഴുതിയ അക്ഷരങ്ങൾ സീരിയലാക്കി ഇടത്തിട്ട അമ്മയെക്കുറിച്ച് ആയി എന്നുള്ളത് തന്നെ ഭാഗ്യമാണ്. ഇനി തുടർന്ന് ഇവിടെ നിന്ന് ഞാൻ ആരംഭിക്കുന്ന ഈ ചെറിയ അക്ഷരദീപം നിങ്ങളുടെയൊക്കെ അനുഭവമുണ്ടെങ്കിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് അല്ലെങ്കിൽ വ്യാപിക്കും എന്നുള്ള പ്രാർത്ഥനയോടും നിങ്ങളുടെ ആശംസ അല്ലെങ്കിൽ പ്രാർത്ഥന ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൂടിയ മുഴുവൻ ഭക്തജനങ്ങൾക്കും എന്റെ ആശംസകൾ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാനിവിടെ വരാനും ഈ പാട്ട് എഴുതാൻ എനിക്ക് അവസരം കൊടുക്കുന്ന ഷിനു, അനീഷ് എന്നിവയുള്ള നന്ദിയും കടപ്പാടും അതുപോലെ മാളവികയ്ക്ക് ഒരു ആശംസയും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദേവീനാമത്തിൽ നിർത്തുന്നു. അടുത്തതായിട്ട് ഈ സിഡിയുടെ സംവിധായകൻ ശ്രീ ഷിനു വിലയത്തിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, മറ്റ് വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അടുത്തും അകലെയുമായി ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തരെ, വളരെയധികം സന്തോഷമുണ്ട് ഈ അവസരത്തിൽ ഈ രീതിയിൽ നിൽക്കുവാൻ. കാരണം ഏർപ്പെട്ട ദേവിയെ കുറിച്ച് ഒരു സീഡി പുറത്തിറക്കണമെന്ന് ഇതിന്റെ പ്രൊഡ്യൂസറും എന്റെ സുഹൃത്തുമായ ശ്രീ അനീഷ് കുമാർ ഇടപെട്ട എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. കാരണം ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച എനിക്ക് എന്തുകൊണ്ടും ഒരു ക്ഷേത്രത്തിന്റെ ഓർഗനൈസ്ഡ് പുറത്തിറക്കാൻ അത് സംവിധാനം ചെയ്യാൻ കിട്ടിയത് ഒരു ഭാഗ്യമായി ദേവിയുടെ അനുഗ്രഹിക്കലാണെന്നുള്ളത് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കൂടുതലായി എന്തെന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലെ നിവാസികൾക്ക് എന്തുകൊണ്ടും അഭിമാനിക്കാവുന്ന ഒരു അവസ്ഥയിലാണ് ഇതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇതിന്റെ നിർമ്മാണം നടന്നത്. ചില സാങ്കേതിക കാരണങ്ങളാൽ സീഡി മുഴുവനും പ്രിന്റ് ചെയ്ത് നമുക്ക് ലഭ്യമായിട്ടില്ല. അത് വരും ദിവസങ്ങളിൽ തന്നെ മുഴുവൻ സീഡിയും ക്ഷേത്രത്തിൽ എത്തിച്ച് നമുക്ക് എല്ലാവർക്കും വിതരണം ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കുമാരി മാളവിനെ ക്ഷണിച്ചപ്പോൾ വളരെയധികം സന്തോഷത്തോടെ മാളവിക ആ ദിവസം ഇടയ്ക്ക് നമ്മുടെ പൊങ്കാലയും അതുപോലെ തന്നെ ഇത്രയും സമയം ഈ ക്ഷേത്രത്തിൽ ചെലവഴിച്ച മാളവികന്റെ വ്യക്തിപരമായ പേരിലും അതുപോലെ തന്നെ അജന്യ ക്രിയേഷൻസിന്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാം ക്ഷണം സ്വീകരിച്ച് സിനിമ സീരിയൽ പ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്ന ധാരാളം ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചാനലുകളിൽ നിന്നും അതുപോലെ തന്നെ തത്സമയം സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന SKM ലൈവ് അതിന്റെ പ്രവർത്തകരോടുള്ള നന്ദിയും സ്നേഹവും ഇപ്പോൾ തന്നെ അറിയിക്കുന്നു. കൂടുതലായി ഒന്നും തന്നെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്തരത്തിലൊരു അവസരം ഒരുക്കി തന്ന ക്ഷേത്രാഭരണ സമിതിയോടും അതുപോലെ തന്നെ എല്ലാവരും ഇവിടെ അറിയിക്കുന്ന എല്ലാവരുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഇപ്പോൾ അറിയിക്കുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് ക്ഷേത്രത്തിന്റെ മേൽശാന്തി ബ്രഹ്മശ്രീ സുബ്രഹ്മണ്യം പോറ്റി സാറിനെ
ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ദുർഗാം ദേവീം ശരണമാണ്. അമ്മയുടെ കൃപാകടാക്ഷം എല്ലാവർക്കും കിട്ടുന്നതിന് ഈ ഭക്തർ ഒരുക്കിയ ഈ ഉപഹാരം വളരെയേറെ പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മറ്റൊരു കാര്യം കൂടി മാത്രം പറയാം. 20-ാം നൂറ്റാണ്ടിൽ നല്ലൊരു ഹിന്ദുവെ ജീവിച്ചിരുന്നുള്ളൂ. അത് ഒന്നാം തരം ഒരു ക്രിസ്ത്യാനി, ശ്രീ പെട്ടമ്മാണി സാർ. അതുപോലെ തെറ്റുകൂടാതെ മലയാള ഭാഷ 100% പെർഫെക്റ്റായിട്ട് പ്രയോഗിക്കാൻ കഴിവുള്ള ഒരു ഒന്നാം തരം ഗായകനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ശ്രീ യേശുദാസുമാണ്. കലയ്ക്ക് ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ദേശമോ വ്യത്യാസമില്ല. അത് ഈശ്വരന്റെ കൃപാകടാക്ഷം കൊണ്ട് കിട്ടുന്നതാണ്. നദി പോലെയാണ്, അതിനിതൊന്നുമില്ലല്ലോ. എല്ലാവർക്കും അമ്മയുടെ കൃപാകടാക്ഷം ഇതുമൂലം ഉണ്ടായിത്തീരട്ടെ എന്ന് ആശംസിക്കുന്നു. മാളവികയ്ക്കും എല്ലാ രീതിയിലുമുള്ള അനുഗ്രഹം ഈശ്വരൻ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. വളർന്നു വരുന്ന ഒരു നല്ല കലാകാരിയാണ്. ഇവിടെ എത്തിച്ചേർന്നതിന് ഞങ്ങൾക്കെല്ലാവർക്കും അതീതവുമായ സന്തോഷമുണ്ട്. ഇന്ന് യഥാർത്ഥത്തിൽ ഇടത്തിട്ട നിവാസികൾക്ക് തന്നെ ഒരു സുദിനമാണ്. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് ഹിന്ദു ഐക്യവേദിയുടെ ആരാധനായ ഗോപാലൻ ചേട്ടനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സജ്ജനങ്ങളെ, അമ്മമാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഏവർക്കും സാദര നമസ്കാരം. ഈ അവസരം ഒരു പ്രഭാഷണം നടത്തേണ്ട അവസരമല്ല. ഇത്തരമൊരു മംഗളകർമ്മത്തിൽ പങ്കുകൊള്ളുവാൻ എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകർക്ക് ആദ്യമേ തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്. എത്രമാത്രം പുരോഗമിക്കുന്നുവോ അതനുസരിച്ച് നമ്മുടെ നാടിനും പുരോഗതി ഉണ്ടാകും. ക്ഷേത്രമെന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ക്ഷതത്തെ ത്രാണനം ചെയ്യുന്നത് എന്നാണ്. എല്ലാ തരത്തിലുള്ള നാശത്തെയും ഒഴിവാക്കി നന്മയെ പ്രദാനം ചെയ്യാൻ ക്ഷേത്രങ്ങൾക്ക് കഴിയും.